മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ CVP അനാലിസിസ് എന്ന് പറയുന്ന ഏരിയയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. CVP അനാലിസിസ്, അതായത് ഇവിടെ 3 ഫാക്ടറുകൾ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്: കോസ്റ്റ്, വോള്യം ആൻഡ് പ്രോഫിറ്റ്. അതായത് CVP മീൻസ് എന്താണ്? ഇറ്റ് ഈസ് ദി അനാലിസിസ് ഓഫ് 3 ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്: കോസ്റ്റ്, വോള്യം ഓഫ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. അതായത് ഇവിടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്താണ്? ഹൗ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ആർ എഫക്റ്റഡ് ബൈ ചേഞ്ചസ് ഇൻ ദി വോളിയം ഓഫ് പ്രൊഡക്ഷൻ. വോളിയം ഓഫ് പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ് പ്രോഫിറ്റിലും കോസ്റ്റിലും ചേഞ്ചസ് വരുത്തുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ CVP അനാലിസിസിലൂടെ പഠിക്കുന്നത്. അപ്പോൾ CVP അനാലിസിസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ഹൗ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ആർ അഫക്റ്റഡ് ബൈ ചേഞ്ചസ് ഇൻ ദി വോളിയം ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ CVP അനാലിസിസിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനിഷനാണ് കൊടുത്തത്: ദി സ്റ്റഡി ഓഫ് ദി എഫക്റ്റ് ഓൺ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിക്സ്ഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെയിൽസ് പ്രൈസ്, ക്വാണ്ടിറ്റി ആൻഡ് സെയിൽസ് മിക്സ്. ഓക്കെ, ഫിക്സ്ഡ് കോസ്റ്റിലും വേരിയബിൾ കോസ്റ്റിലും സെയിൽസ് പ്രൈസിലും അതേപോലെ ക്വാണ്ടിറ്റി ആൻഡ് മിക്സിലും മാറ്റം ഉണ്ടായാൽ എങ്ങനെയാണ് അത് ഫ്യൂച്ചർ പ്രോഫിറ്റിൽ എഫക്റ്റ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് പഠനം നടത്തുന്നതാണ് CVP അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന മറ്റൊരു ഏരിയ ആണ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത്. CVP അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് അതിലൊന്നാമതാണ് ടു ഫോർകാസ്റ്റ് പ്രോഫിറ്റ് ആക്യുറേറ്റ്ലി. ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റിനെ കൃത്യമായിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തത് ടു ഹെൽപ്പ് ഇൻ ഡിറ്റർമൈനിങ് പ്രൈസിങ് പോളിസീസ്. ഒരു ഓർഗനൈസേഷൻ്റെ പ്രൈസിങ് പോളിസി തീരുമാനിക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തത് ടു ഇവാലുവേറ്റ് പെർഫോമൻസ് ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ, അതിൻ്റെ പെർഫോമൻസുകളെ വിലയിരുത്താൻ പറ്റും എന്നുള്ളതാണ്. ഇനി ടു ഫെസിലിറ്റേറ്റ് പ്രിപ്പറേഷൻ ഓഫ് ഫ്ലെക്സിബിൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ടു അച്ചീവ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. ഓർഗനൈസേഷനിൽ കോസ്റ്റ് കൺട്രോളും അതേപോലെ കോസ്റ്റ് റിഡക്ഷനും സാധ്യമാക്കുന്നു. ഇനി ഹെൽപ്പ് ഇൻ മാനേജ്മെൻറ്റ് ഇൻ മേക്കിംഗ് ഡിസിഷൻസ്. തീരുമാനങ്ങളെടുക്കാൻ മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ ബ്രേക്ക് ഇവൺ പോയിൻ്റ് ഡിറ്റർമൈൻ ചെയ്യുവാൻ ഹെൽപ്പ് ചെയ്യുന്നു. ബ്രേക്ക് ഇവൺ പോയിൻ്റ് എന്താണെന്നുള്ളത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റീവ്സുകൾ വരുന്നത്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് എലമെൻറ്റ്സ് ഓഫ് CVP അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എലമെൻറ്റ്സുകൾ ഓരോന്നും നമ്മൾ നെക്സ്റ്റ് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ പോയിന്റുകൾ നോക്കാം. ഇതിൽ മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻസ് ആണ് ഒന്ന് വരുന്നത്, കോൺട്രിബ്യൂഷന്, പ്രോഫിറ്റ് വോളിയം റേഷ്യോ, ബ്രേക്ക് ഇവൺ അനാലിസിസ്, ബ്രേക്ക് ഇവൺ ചാർട്ട്, മാർജിൻ ഓഫ് സേഫ്റ്റി, ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. ഇത്രയുമാണ് ഇതിൻ്റെ എലമെൻറ്റ്സുകൾ വരുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത് വരുന്ന മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ മാർജിനൽ കോസ്റ്റ് ഇക്വേഷനിൽ വരുന്നത് 2 ഇക്വേഷൻസ് ആണ്. അതായത് കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ളതും, ഇനി കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ളതും. ഇതാണ് 2 മെയിൻ ഇക്വേഷൻ. കോൺട്രിബ്യൂഷൻ കാണാനുള്ള 2 മെയിൻ ഇക്വേഷനാണ് സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറക്കുക, അതല്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റിനെ ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നതാണ് കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ്. കോൺട്രിബ്യൂഷനിൽ നിന്നും പ്രോഫിറ്റ് കുറച്ചാൽ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടും. ഇനി പ്രോഫിറ്റ് കണ്ടെത്താൻ കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റിനെ കിട്ടും. ഇനി വേരിയബിൾ കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നതാണ്. വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോൺട്രിബ്യൂഷൻ. ഇനി സെയിൽസ് കാണാനുള്ള ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ പ്ലസ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും 6 ഇക്വേഷൻസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. 2 മെയിൻ ഇക്വേഷൻസും അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻസും. 2 മെയിൻ ഇക്വേഷൻസ് ഏതൊക്കെയാണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. കോൺട്രിബ്യൂഷൻ കാണാനുള്ള 2 ഇക്വേഷൻസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോക്കുന്നത് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ആ ഇക്വേഷൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് മാറ്റി കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഫസ്റ്റ് നമ്മൾ സെയിൽസിനെ കാണിക്കുന്നു, സെയിൽസിനും വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് മൈനസ് ചെയ്യണം.
ആ മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എന്നതിൽ വരുന്നത് ആണ് ഏതൊക്കെ? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് വേരിയബിൾ ഓവർഹെഡ്. ഇവിടെ വരുന്ന ആദ്യത്തെ 3 എണ്ണം, അതായത് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസിനെയും നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരെന്താണ്? പ്രൈം കോസ്റ്റ് എന്ന് പറയും. പ്രൈം കോസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ പ്രൈം കോസ്റ്റിനെയും വേരിയബിൾ ഓവർഹെഡിനെയും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചാൽ പ്രോഫിറ്റ് ഓർ ലോസ് നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടെക്നിക്സ് ഓഫ് CVP അനാലിസിസ് ആണ്. CVP അനാലിസിസിൽ 2 ടെക്നിക്സുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് കോൺട്രിബ്യൂഷൻ മാർജിൻ അനാലിസിസും രണ്ടാമത്തത് ബ്രേക്ക് ഇവൺ പോയിൻ്റ് അനാലിസിസും. ഇവിടെ ഫസ്റ്റ് നമ്മൾ ബ്രേക്ക് ഇവൺ പോയിൻ്റ് അനാലിസിസ് നോക്കാം. ബ്രേക്ക് ഇവൺ പോയിൻ്റ് അനാലിസിസ് എന്ന് പറയുന്നത് it establishes the relationship between revenue and cost with respect to volume. വോളിയം ഓഫ് സെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന വരുമാനവും ചെലവും ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നതാണ് ബ്രേക്ക് ഇവൺ പോയിന്റ്. അതായത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി ലെവൽ ഓഫ് സെയിൽസ് അറ്റ് വിച്ച് ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ. മൊത്തം വരുമാനം മൊത്തം ചെലവിന് ഈക്വൽ ആകുന്ന ലെവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെവൽ ഓഫ് സെയിലിനെയാണ് നമ്മൾ ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ബ്രേക്ക് ഇവൺ അനാലിസിസ് എന്ന് പറഞ്ഞാൽ കൺസേൺ വിത്ത് ഫൈൻഡിങ് ഔട്ട് ബ്രേക്ക് ഇവൺ പോയിന്റ് ആണ്. ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പോയിന്റ് അറ്റ് വിച്ച് ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ. അല്ലെങ്കിൽ ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പോയിന്റ് ഓഫ് നോ പ്രോഫിറ്റ് നോ ലോസ്. പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. ഈ ഒരു പോയിന്റിനെ നമ്മൾ എന്ത് പറയും? ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് പറയും. ഇതിനെ ചിലർ ബ്രെഡ് ഏർണിംഗ് പോയിന്റ് എന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. സമൺ സേസ് ഇറ്റ് ഈസ് എ ബ്രെഡ് ഏർണിംഗ് പോയിന്റ്. ഓക്കെ, ഇനി ബ്രേക്ക് ഇവൺ പോയിന്റിനെ എങ്ങനെ നമുക്ക് കണ്ടെത്താം? ഇക്വേഷനലി എന്നുള്ളതാണ്. 2 കാര്യങ്ങളാണ് ബ്രേക്ക് ഇവൺ പോയിന്റിലൂടെ കണ്ടെത്തുക. അതായത് ബ്രേക്ക് ഇവൺ പോയിന്റ് യൂണിറ്റിൽ കണ്ടെത്താം, ബ്രേക്ക് ഇവൺ പോയിന്റ് റുപ്പീസിൽ കണ്ടെത്താം. ബ്രേക്ക് ഇവൺ പോയിന്റ് യൂണിറ്റിലാണ് കണ്ടെത്തുന്നതെങ്കിൽ ഇക്വേഷൻ എന്ത് വരും? ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് വരും. കോൺട്രിബ്യൂഷൻ കാണേണ്ട ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ബ്രേക്ക് ഇവൺ പോയിന്റ് റുപ്പീസിലാണെങ്കിലും ഇക്വേഷൻ എങ്ങനെ വരും? ഫിക്സ്ഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ എന്ന രൂപത്തിൽ വരും. ഓക്കെ, അപ്പോൾ 2 ഇക്വേഷൻ, ബ്രേക്ക് ഇവൺ പോയിന്റ് യൂണിറ്റിൽ കാണാൻ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, ബ്രേക്ക് ഇവൺ പോയിന്റ് റുപ്പീസിൽ കാണാൻ ഫിക്സ്ഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ. ഈ 2 ഇക്വേഷൻസും ഓർമ്മിക്കുക. ഇനി ഇതിൽ വരുന്ന മറ്റൊരു ഇക്വേഷനാണ് കാൽക്കുലേഷൻ ഓഫ് ഔട്ട്പുട്ട് ടു ഏൺ എ ഡിസൈഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. അതായത് ചിലപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് എത്ര യൂണിറ്റ് വിറ്റാലാണ് ഇത്ര പ്രോഫിറ്റ് കിട്ടുന്നത്? ഇപ്പോൾ 5000 പ്രോഫിറ്റ് കിട്ടണം സപ്പോസ്. ഈ 5000 പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര യൂണിറ്റ് നമ്മൾ സെയിൽ ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ അവിടെ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ്, DP എന്ന് പറയുന്നത് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറയുന്ന ഇക്വേഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് എമൗണ്ട് ഓഫ് സെയിൽസ് ആണ്, സെയിൽസ് വാല്യൂ ആണ് ചോദിക്കുന്നത്. അതായത് എത്ര രൂപക്ക് വിറ്റാലാണ് നമുക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടുക എന്ന് ചോദിക്കുന്നു. ഓക്കെ, ഇപ്പോൾ 5000 പ്രോഫിറ്റ് കിട്ടാൻ എത്ര രൂപക്ക് നമ്മൾ സെയിൽ ചെയ്യണം? അങ്ങനെയാകുമ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഫിക്സ്ഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ എന്ന രൂപത്തിൽ ഇക്വേഷൻ വരും. ഓക്കെ, പിന്നെ ഇതിൽ വരുന്ന മറ്റൊരു ഏരിയ ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, മാർജിൻ ഓഫ് സേഫ്റ്റി, അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് എക്സസ് ഓഫ് ആക്ച്വൽ സെയിൽസ് ഓവർ ബ്രേക്ക് ഇവൺ പോയിന്റ് സെയിൽസ് ആണ്. ബ്രേക്ക് ഇവൺ പോയിന്റ് സെയിൽസിന് മുകളിൽ വരുന്ന ആക്ച്വൽ സെയിൽസിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മളെന്ത്? മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു ആക്ച്വൽ സെയിൽസ് മൈനസ് BP സെയിൽസ് ആണ്. അത് പെർസെൻറ്റേജിലാണ് സൂചിപ്പിക്കേണ്ടതെങ്കിൽ ആക്ച്വൽ സെയിൽസ് മൈനസ് BP സെയിൽസ് ഡിവൈഡ് ബൈ ആക്ച്വൽ സെയിൽസ് ഇൻറ്റു 100 എന്ന രൂപത്തിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ സെയിൽസിൽ നിന്നും BP സെയിൽസ് കുറച്ചാൽ കിട്ടുന്നതാണെന്ത്? മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഏരിയാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.